പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. അതെ, നമ്മുടെ പത്തരമാറ്റിലെ പലനാൾ കള്ളൻ നവ്യയെ ഒരു നാൾ നമ്മുടെ ജലജ കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. അതും തെളിവ് സഹിതം, അതും എല്ലാ വളകാപ്പ് ചടങ്ങിനെ ആ ഒരു മെയിനായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നയനയുടെയും നവ്യയുടെയും വിധി എന്തായിത്തീരും, അതുതന്നെയാണ് നമ്മുടെ പത്തരമാറ്റ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ജലജ എങ്ങനെയൊക്കെയോ അറിയുകയും മിക്കവാറും ആ ഡോക്ടർ വഴി നമ്മുടെ റിസൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് കുഞ്ഞില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ അവൾ കാണുന്നുമുണ്ടാവും ചിലപ്പോൾ വയറ്റിൽ പാഡ് വെച്ച കാര്യം. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഈ വളകാപ്പ് ചടങ്ങിനിടയിൽ അവളുടെ വയറ്റിൽ ആ ഒരു പാഡ് ഊരിയെടുത്തിട്ടാണ് ഇങ്ങനെ ജലജ പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇവളുടെ ഇത്രയും നാൾ ചുമന്നുകൊണ്ട് നടന്ന കുഞ്ഞ് എന്നും പറഞ്ഞ് ഇങ്ങനെ വലിച്ചെറിയുന്ന രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ശേഷം എല്ലാവരും മാറി മാറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും ആദർശ നയനയെ ചോദ്യം ചെയ്യുന്നതും അവിടുത്തെ വിളക്കും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്ന രംഗവും വളരെ സംഘർഷഭരിതമായ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പത്തരമാറ്റ് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ മക്കളെയും കൂട്ടി അച്ഛനിങ്ങനെ പടിയിറങ്ങുകയാണ്. നയനയും നവ്യയും ഉണ്ട് കേട്ടോ. നയനയും ഒപ്പം തന്നെ കുറ്റക്കാരിയാക്കി അവരെല്ലാവരും കൂടി. എന്തായാലും അനിയത്തിയും കൂടി ഒപ്പം നിന്നിട്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തതെന്നാണ് നമ്മുടെ അനന്തപുരി മൊത്തം പറയുന്നതും. അപ്പോൾ ഇങ്ങനെ അച്ഛൻ രണ്ട് മക്കളെയും കൂട്ടി വളകാപ്പ് ചടങ്ങിന് വന്ന ഇതച്ഛൻ, സ്വന്തം അച്ഛൻ, ആ രണ്ട് മക്കളെയും കൂട്ടി പടിയിറങ്ങേണ്ട അവസ്ഥ തന്നെയാണ് നമ്മുടെ പത്തരമാറ്റിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പടിയിറക്കം കണ്ട് നമ്മുടെ മുത്തശ്ശൻ കുഴഞ്ഞു വീഴുന്ന രംഗവുമാണ് നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച പത്തരമാറ്റിൻ്റെ ആ ഒരു വിധി, ആ ഒരു കഥാമാറ്റം വളരെ ഭയങ്കര ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. എന്തായാലും ആ ഒരു കള്ളത്തരം അറിയുന്നതും പൊളിയുന്നതും വേറെ ഒന്നുമില്ല, നമ്മുടെ മുത്തശ്ശൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. പിന്നെ നയന ഇനിയും തിരിച്ചു വരും. എന്നാൽ പിന്നെ നമ്മുടെ പ്രേക്ഷകർ തന്നെ നയനയെ തല്ലിക്കൊല്ലും. എന്നുവെച്ചാൽ അത്രയും നാണം കെട്ടി ഇനിയും തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ നയനയെ ഒരു വിലയും നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാവത്തില്ല. ഇനി എന്തൊക്കെയായി തീരുമെന്ന കഥ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നയനയും ആദർശം ഇനി എങ്ങനെയായി തീരും, നമ്മുടെ മുത്തശ്ശൻ ഇനിയും തിരികെ നയനെ കൊണ്ടുവരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.